ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് അൽ അഹ്ലി ക്ലബ്ബ് സിഞ്ചിലേക്കാണ്. കോപ്പ സാര സീസൺ 2ൻ്റെ അവാർഡ് സെറമണിയാണ് ഇന്ന് അൽ അഹ്ലി ക്ലബ്ബ് സിഞ്ചിൽ നടക്കുന്നത്. ആ അവാർഡ് സെറമണിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും പിന്നെ അതുപോലെ തന്നെ വാവയുണ്ട് എല്ലാവരും കൂടെ ഇപ്പം ഉമ്മലസത്ത് നിന്ന് സിഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗലേറി മാളിൻ്റെ അടുത്താണ് ഈ അൽ അഹ്ലി ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത്. ആ ക്ലബ്ബിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് അവാർഡ് സെറമണിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. കോപ്പ സാരയുടെ ഇൻറ്റേർണൽ മാച്ചസിൻ്റെ അവാർഡ് സെറമണിയാണ് നടക്കുന്നത്. 3:30 റിപ്പോർട്ടിംഗ് ടൈം. ഇപ്പോൾ ഏകദേശം 3:45 ആയി. 3:45 മുതൽ 7 o'clock വരെ നടക്കുന്ന മനോഹരമായ അവാർഡ് സെറമണിയുടെ പ്രസക്ത ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കിച്ചു ഉണ്ട്, അച്ചുമനുണ്ട്, വാവയുണ്ട്. നമ്മളിപ്പം അവിനാശ് അല്ലേ, വാവയുടെ പേര് അവിനാശ്. നമ്മളിപ്പം സിഞ്ച് എത്താറായി, സഗയുടെ അവിടെ നിന്ന് സിഞ്ചിലെ ഗലേറിയിലെ അൽ അഹ്ലി ക്ലബിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് കോപ്പ സാരയുടെ അവാർഡ് സെറമണിയുടെ പ്രസക്ത ഭാഗങ്ങളൊക്കെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഒരുപാട് കുട്ടികളാണ് കോപ്പ സാര ഫുട്ബോൾ ട്രെയിനിങ്ങിനുള്ളത്. അവർക്ക് ഉമ്മലസത്തും അതുപോലെ തന്നെ മനാമയിലും ജുഫേറിലും സിഞ്ചിലൊക്കെ ബ്രാഞ്ചുകളുണ്ട്. നല്ല ട്രെയിനേഴ്സുള്ള മനോഹരമായ ഒരു അക്കാഡമിയാണ് സൈറോ ക്ലബ്ബ്. ആ സൈറോ ക്ലബിൻ്റെ ഇൻറ്റേർണൽ അവാർഡ് സെറമണിയാണ് നടക്കുന്നത്. കോപ്പ സാര എന്നാണ് ആ അവാർഡ് സെറമണിയുടെ പേര്. നമ്മളിപ്പോൾ സിഞ്ചിലുള്ള അൽ അഹ്ലി ക്ലബിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കോപ്പ സാരയുടെ അവാർഡ് സെറമണിയൊക്കെ നടന്നത് ജുഫേറുള്ള അൽ നജ്മ ക്ലബിൽ വെച്ചായിരുന്നു. സിഞ്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആണ്. ഏകദേശം 3-4 കിലോമീറ്റർ മാത്രമേ ഉമ്മലസത്ത് നിന്നുള്ളൂ. അതുപോലെ തന്നെ ഈ അൽ അഹ്ലി ക്ലബ്ബ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമാണ്. കാരണം ഒരുപാട് പ്രോഗ്രാമുകൾ ഈ ഒരു ക്ലബ്ബിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗുഡ് ഫ്രൈഡേയുടെ സർവീസൊക്കെ ഈ ഒരു ക്ലബ്ബിൽ വെച്ചിട്ടാണ് എല്ലാ കൊല്ലവും നടക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സുപരിചിതമായ ഒരു ക്ലബ്ബാണ്. ഇപ്പോൾ ഞങ്ങൾ അൽ അഹ്ലി ക്ലബ്ബിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കോപ്പ സാര 2025 അവാർഡ് സെറമണി നടക്കുന്നത് ഇവിടെ വെച്ചാണ്. കോപ്പ സാര 2025 അവാർഡ് സെറമണി നടക്കുന്ന മെയിൻ ഹാളിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മെയിൻ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർ 8 മുതൽ അണ്ടർ 15 വരെയുള്ള കുട്ടികളുടെ അവാർഡ് സെറമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 3:30 ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയോളമായി. 100-ൽ പരം കുട്ടികളാണ് ഈ ഒരു അവാർഡ് സെറമണിയിൽ പങ്കെടുക്കുന്നത്. ഏജ് ലിമിറ്റ് അനുസരിച്ച്, കളർ കോഡ് അനുസരിച്ച് അവരെ ഇരിപ്പിടങ്ങളിലൊക്കെ വോളണ്ടിയേഴ്സ് ഇരുത്തിയിട്ടുണ്ട്. അപ്പം കോപ്പ സാര ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ബ്ലൂ എന്നിങ്ങനെ 4ഓളം കളറിലുള്ള ജേഴ്സികളാണ് ഈ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഏജ് ലിമിറ്റ് അനുസരിച്ച് 1, 2, 3, 4 ടീമുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ പേരൻസൊക്കെ ബാൽക്കണിയിൽ ഇവരുടെ പ്രോഗ്രാമുകൾ കാണുവാനും അവാർഡ് സെറമണി കാണുവാനൊക്കെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. സമയം ഏകദേശം 4 മണിയോളമായി. ഗസ്റ്റുകളൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കോച്ചുമാരൊക്കെ അവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും മനോഹരമായ കോപ്പ സാര 2025 അവാർഡ് സെറമണിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന കോപ്പ സാര 2025 അവാർഡ് സെറമണിക്ക് ഇവിടെ തുടക്കമായി. അണ്ടർ 8 മുതൽ അണ്ടർ 15 വരെയുള്ള കുട്ടികളുടെ അവാർഡ് സെറമണിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം വിളിച്ചിരിക്കുന്നത് അണ്ടർ 8 കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ്. ഈ കുഞ്ഞു കുട്ടികളുടെ ഫുട്ബോൾ മത്സരങ്ങളിൽ, വാശിയേറിയ മത്സരങ്ങളിൽ അവസാന 3 സ്ഥാനങ്ങളിലെത്തിയ ടീമുകളെയാണ് ഇപ്പം അനുമോദിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അവരെയൊക്കെയാണ് സ്റ്റേജിലേക്ക് വിളിക്കാൻ പോകുന്നത്. 3rd പ്ലേസും റണ്ണറപ്പും ചാമ്പ്യൻഷിപ്പും. അപ്പം ഈ കോപ്പ സാരയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും മൊമെൻറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പങ്കെടുത്ത് വിജയിച്ച അല്ലെങ്കിൽ 3 സ്ഥാനങ്ങളിലേക്ക് എത്തിയ കുട്ടികളെയാണ് ഇപ്പം ആ ടീമങ്ങളെയാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. അവർക്ക് സർട്ടിഫിക്കറ്റുകളും മൊമെൻറ്റുകളും ആ ടീമങ്ങൾക്ക് ട്രോഫികളൊക്കെ കൊടുക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർ 9, 10, 11, 12, 13, 14, 15 ഇത്രയും കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇതേപോലെ സമ്മാനങ്ങൾ കൊടുക്കാൻ
കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും മൊമെൻറ്റുകളും ആ ടീമങ്ങൾക്ക് ജയിച്ച ടീമങ്ങൾക്ക് തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയതും റണ്ണറപ്പ് കരസ്ഥമാക്കിയതും അതുപോലെ തന്നെ ജയിച്ച ടീമങ്ങൾക്കും എല്ലാ ടീമങ്ങൾക്കും ട്രോഫികളൊക്കെ ഉണ്ട്. എന്തായാലും മനോഹരമായ കോപ്പ സൈറ 2025 അവാർഡ് സെറമണിയൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ ഒരു അവാർഡ് സെറമണി നടന്നത് ജുഫേറിലുള്ള അൽ നജ്മ ക്ലബ്ബിലായിരുന്നു. അന്നും ആ അവാർഡ് സെറമണിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കുട്ടികളും പേരൻസുമാണ് ഈ കൊല്ലം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓരോ കൊല്ലം സൈറോ അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുവാണ്. ഇവരുടെ പ്രത്യേകിച്ച് ഉമ്മല്ലസം ബ്രാഞ്ച്, അതുപോലെ തന്നെ ജുഫേർ, സിഞ്ച്, മനാമ, ഹിദ് ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഇവർക്ക് ബ്രാഞ്ചുകളുള്ളത്. അപ്പോൾ എൻ്റെ 2 മക്കളും പഠിക്കുന്നത് ഉമ്മല്ലസം ബ്രാഞ്ചിലാണ്. ആ 2 കുട്ടികളും ഈ ഒരു അവാർഡ് സെറമണിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ മൊമെൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അവർ തേർഡ് പ്ലേസ് കരസ്ഥമാക്കിയ കിച്ചുമോൻ്റെ ടീമിൻ്റെ സമ്മാനദാനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവർ തേർഡ് സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അച്ചുമോനും അവരും ഈ ഒരു അവാർഡ് സെറമണിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഫുട്ബോൾ കളിക്കുവാനോ അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും നമുക്കുള്ള കുട്ടികൾക്കൊക്കെ നല്ല ട്രെയിനിങ്ങിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അക്കാദമിയാണ് സൈറോ അക്കാദമി. ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നിന്ന മനോഹരമായ ഒരു കോപ്പ സൈറയുടെ അവാർഡ് സെറമണിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അത്രയും വലിയ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ക്രോഡീകരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഞാൻ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പങ്കെടുത്ത കോപ്പ സൈറയിലേക്ക് രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും മൊമെൻറ്റുകളൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ പങ്കെടുത്ത അല്ലെങ്കിൽ അവസാന 3 സ്ഥാനങ്ങളിലേക്ക് എത്തിയ എല്ലാ കുട്ടികളെയും സ്റ്റേജിലേക്ക് വിളിച്ച് അവർക്കുള്ള അവാർഡുകളും മൊമെൻറ്റുകളും ആ ടീമുകൾക്കുള്ള ട്രോഫികളൊക്കെ കൊടുത്തു. അതിനുശേഷം അതായത് 8 മുതൽ 15 വരെയുള്ള ഏജ് ലിമിറ്റുള്ള എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്ന ആ ചടങ്ങുകൾക്ക് ശേഷം ഓരോ മാച്ചിനും ബെസ്റ്റ് പ്ലെയർക്കുള്ള MEP അവാർഡ് കൊടുക്കുന്ന ഒരു അവാർഡ് അപ്പോൾ അതിൽ ഇവാൻ അനൂപിനും അതിലൊരു അവാർഡ് കിട്ടുകയുണ്ടായി. ഒരു MEP അവാർഡ് കിട്ടുകയുണ്ടായി. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള അവാർഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വീണ്ടും നല്ല രീതിയിൽ കളിക്കുവാനും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് അടുത്ത മാച്ചിൽ അവർക്കൊരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ കളിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മാക്സിമം കാര്യങ്ങളും അതായത് കോപ്പ സൈറ 2025 എന്ന് പറയുന്ന മനോഹരമായ അവാർഡ് സെറമണിയുടെ മാക്സിമം കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.